ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജികോം PSC. ഫയർമാൻ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് സീരീസിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഫയർ എന്ന ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവർ പോയി കാണുക. ഇനി നമുക്ക് അതിൻ്റെ തുടർച്ച എന്ന രീതിയിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്നീ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്നൊരു ഭാഗം കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 20 ആണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാർക്ക്. നിങ്ങൾക്ക് അറിയാം, ഔട്ട് ഓഫ് 20 നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് ഞങ്ങൾ ഈ ക്ലാസ് തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ, സ്പെഷ്യൽ ടോപ്പിക് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ഒരു 3-4 വർഷത്തെ സ്പെഷ്യൽ ടോപ്പിക് പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സാക്റ്റ് കോപ്പിയാണ്, ഒരു വേർഡിങ്സ് പോലും മാറ്റമില്ലാത്ത ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഏതിൽ? ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ട് നിങ്ങളോട് പറയുന്നു, ഔട്ട് ഓഫ് 20 നിങ്ങൾക്ക് 20 സ്കോർ ചെയ്യാൻ പറ്റട്ടെ, 90, 80 എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, അതായത് ഫ്യൂവലിനെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചത്. ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് എന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്ധനത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏത് രീതിയാണ്? ഓപ്ഷൻസ് നോക്കുക. ഏതാണ്? എ ആയിരുന്നു ഉത്തരം. എ, സ്റ്റാർവേഷൻ. എന്താ സ്റ്റാർവേഷൻ? സ്റ്റാർവേഷൻ വേർഡ് മീനിങ് എന്താ? പട്ടിണി കിടുക. അഥവാ ഇവിടെ എന്താ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിൽ? തീ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഇന്ധനത്തിൻ്റെ സപ്ലൈ അങ്ങ് നിർത്തുക, ഇന്ധനത്തിനെ അങ്ങ് ഒഴിവാക്കുക. ഇന്ധനം ഇല്ലാതെ ഈ തീനെ അങ്ങ് നമ്മൾ പട്ടിണിക്കിട്ട് എന്ത് ചെയ്യും? തീ അങ്ങ് അണയ്ക്കും എന്ന് ഓർത്ത് വെക്കുക. സ്റ്റാർവേഷൻ പട്ടിണിക്കിടുക എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. സോ ഈ സ്റ്റാർവേഷൻ എന്ന മെത്തേഡിൽ ചെയ്യുന്ന എന്താ? ഇന്ധനത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന ഒരു രീതിയാണ് സ്റ്റാർവേഷനിൽ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം ഏതാണ്? ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻസിൽ ഇന്ധനത്തിനെ ഇല്ലാതായിക്കൊണ്ട് തീ അണയ്ക്കുന്ന രീതിയാണ് ചോദിച്ചത്. ഇവിടെ ചോദിച്ചത് എന്താ? ഓക്സിജനെ നീക്കം ചെയ്തുകൊണ്ട് തീ അണയ്ക്കുന്ന മാർഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? ഇവിടെ സി ആണ് ഉത്തരം. സി 2 and 3. സ്മോദറിങ് അഥവാ ബ്ലാങ്കറ്റിംഗ്. സ്മോദറിങ് ആൻഡ് ബ്ലാങ്കറ്റിംഗ്, ഇതാണ് ഓക്സിജനെ നീക്കം ചെയ്തുകൊണ്ട് തീ അണയ്ക്കുന്ന മാർഗം. ഈ വേർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ബ്ലാങ്കറ്റിംഗ് എന്താ? ബ്ലാങ്കറ്റ് എന്താ? നമ്മുടെ പുതപ്പ്. നമ്മളൊരു പുതപ്പെടുത്ത ഒരു സാധനത്തിനെ മൂടി വെച്ചേക്കും. എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരാളെ പുതപ്പിൽ അങ്ങ് മൂടി അമർത്തി അങ്ങ് വെച്ചു. എന്ത് ചെയ്യും? അവിടോട്ട് ഓക്സിജൻ കിടക്കില്ല. അപ്പോൾ ഓക്സിജൻ കിടക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ തടസ്സപ്പെടുത്തി. അപ്പോൾ എന്താ? തീ പിടിക്കുമോ? ഇല്ല, തീ പിടിക്കില്ല. അങ്ങനെ ഫയറിന് തീ കെടുത്തുന്ന ഒരു മാർഗമാണ് എന്ത്? സ്മോദറിങ് അഥവാ ബ്ലാങ്കറ്റിംഗ് എന്ന് പറയും. സി ആണ് ഉത്തരം. 2 and 3. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെത്തേഡ് ഓഫ് ഫയർ എക്സ്റ്റിങ്ഷൻ. ഒന്നാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു, സ്റ്റാർവേഷൻ. എന്താ വേർഡ് മീനിങ്? പട്ടിണിക്കിടുക എന്ന് ഓർക്കുക. സ്റ്റാർവേഷൻ, പട്ടിണിക്കിടുക. തീ കത്തുന്ന സ്ഥലത്തു നിന്നും ഇന്ധനം നീക്കം ചെയ്യുക. തീ കത്തുന്ന സ്ഥലത്തു നിന്നും ഇന്ധനം നീക്കം ചെയ്യുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് തീ പിടിക്കുന്നു വിചാരിക്കുക, അവിടെ തീ കത്താൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം ഉണ്ടെങ്കിൽ ആ ഇന്ധനത്തിനെ മാറ്റുക, ഇന്ധനത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പട്ടിണിക്കിടും. പിന്നെ തീ കത്താൻ എന്തില്ല? അവിടെ ഇന്ധനം ഇല്ല എന്ന് ഓർക്കുക. ഓക്കെ, ഇങ്ങനെയുള്ളൊരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. സ്റ്റാർവേഷൻ. നെക്സ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു, സ്മോദറിങ് അഥവാ ബ്ലാങ്കറ്റിംഗ്. സ്മോദറിങ് അഥവാ ബ്ലാങ്കറ്റിംഗ്. രണ്ടും ഏകദേശം ഒരേപോലെയുള്ള മെത്തേഡ്സ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ശ്വാസം മുട്ടിക്കുക, അതായത് ഒരാളെ നമ്മൾ ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിയുക. അവിടെ ഓക്സിജന്റെ ലഭ്യത കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്മോദറിങ് അഥവാ ബ്ലാങ്കറ്റിംഗ് എന്ന ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഓക്സിജന്റെ ലഭ്യത തടയുക ചെയ്യുന്നത്. ഓക്സിജന്റെ ലഭ്യത തടയുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മണലിടുക. നമ്മൾ എവിടെയെങ്കിലും തീയിട്ട് കഴിഞ്ഞാൽ അവിടെ മണലിട്ട് മൂടി കൊണ്ട് എന്ത് ചെയ്യുക? ഓക്സിജന്റെ ലഭ്യത അങ്ങോട്ടേക്കുള്ളത് തടയുക. അതുപോലെ ഫോം ഉപയോഗിക്കുക. ഇതൊക്കെ സംഭവിക്കുന്നത്, ഇവിടെയൊക്കെ ചെയ്യുന്നത് എന്താ? ഓക്സിജന്റെ ലഭ്യത തടയാണ് തീ കത്താൻ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാർവേഷൻ പഠിച്ചു, സ്മോദറിങ് പഠിച്ചു, ബ്ലാങ്കറ്റിംഗ് പഠിച്ചു. കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ. നെക്സ്റ്റ് നമ്മളെപ്പോഴും കാണുന്ന ഒരു ഇതാണ് കൂളിംഗ്. തണുപ്പിക്കുക. ഇപ്പോൾ ഗ്യാസ് ചില സമയത്ത് നമ്മൾ ഈ ടാങ്കറൊക്കെ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കറിനെ നിങ്ങൾ തണുപ്പിക്കുന്ന കാണാറില്ലേ? അവർ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ വന്ന് ടാങ്കറിന് മുകളിലേക്ക് തുടർച്ചയായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതിനെ തണുപ്പിക്കുന്ന കാണാറില്ലേ? അവിടെ എന്താ ചെയ്യുന്നത്? താപം കുറയ്ക്കുക അല്ലെങ്കിൽ തണുപ്പിക്കുക എന്നുള്ള മെത്തേഡ്. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുന്ന രീതി. ഓക്കെ, കൂളിംഗ്. ഈ 3 മെത്തേഡ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എപ്പോഴും ചോദ്യം വരുന്നതാണ്. ജ്വലനത്തിന് അടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, അതായത് ജ്വലനത്തിന് അടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള അഗ്നിശമനം. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏതാ? കൂളിംഗ്.
അതായത് തീ കത്തണമെങ്കിൽ എന്ത് വേണം? ഹീറ്റ് വേണം നമ്മൾ പറഞ്ഞില്ലേ, ഹീറ്റ് വേണം. സ്മോദറിങ് ഇവിടെ എന്ത് ചെയ്യും? ഓക്സിജനെ നമ്മൾ ഒഴിവാക്കും. സ്റ്റാർവേഷൻ, ഫ്യൂവലിനെ നമ്മൾ ഒഴിവാക്കും. സോ ഒരു ഫയർ ട്രയാങ്കിളിന് ആവശ്യമായിട്ടുള്ള, കത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളെയും നമ്മൾ ഒഴിവാക്കി. ഇതെല്ലാം എന്താണ്? കൂളിംഗ്, സ്മോദറിങ്, സ്റ്റാർവേഷൻ എന്നീ മെത്തേഡ്സ് എല്ലാം എന്താണ്? അഗ്നിശമനം നടത്തുന്നതിനുള്ള മെത്തേഡ്സ് ആണെന്ന് ഓർക്കുക. ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിക്കുന്ന ശരിയായ രീതി ഏതാണ്? ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ പ്രവർത്തിക്കുന്ന ശരിയായ രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിക്കണം. പാസ്, എ ആണ് ഉത്തരം, പാസ്. എന്താണ് പാസ്? പുൾ ദ പിൻ, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് തീ പിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അത് തീ അണയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുക്കും. അവിടെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പമ്പിൽ നമ്മൾ പോയപ്പോൾ അവിടെ തീ പിടിച്ചെന്ന് വിചാരിക്കുക. ചെറിയൊരു തീപിടുത്തമാണെന്ന് വിചാരിക്കുക. ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പിന്ന് വലിക്കും. അതിന്റെ പിന്ന്, പുൾ ദ പിൻ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പി, പുൾ ദ പിൻ. പിന്നെ എന്ത് ചെയ്യും? എയിം അറ്റ് ദ ബേസ് ഓഫ് ദ ഫയർ, തീയുടെ ചുവട്ടിലേക്ക് നമ്മൾ ലക്ഷ്യം വെക്കും, എയിം ചെയ്യും. പുൾ ചെയ്ത് കഴിഞ്ഞു, പിന്നീട് അത് എയിം ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഹാൻഡിൽ അമർത്തും, സ്ക്വീസ് ദ ഹാൻഡിൽ. സ്ക്വീസ് ദ ഹാൻഡിൽ, ഒരു ക്ലിപ്പ് നിങ്ങൾ കാണാറില്ല, ആ ക്ലിപ്പ് നമ്മൾ അമർത്തും, സ്ക്വീസ് ദ ഹാൻഡിൽ. പിന്നെ എന്ത് ചെയ്യും? വശങ്ങളിലേക്ക് വീശും, സ്വീപ്പ് ചെയ്യും, സ്വീപ്പ് സൈഡ് ടു സൈഡ്. ഇതാണ് എന്ത്? പാസ് എന്ന രീതി ഉദ്ദേശിക്കുന്നത്. പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ്. ഓക്കെ, ആദ്യം പിന്നെ പുൾ ചെയ്തു, പിന്നെ എങ്ങോട്ടാണോ നമുക്ക് തീ കിടത്തേണ്ടത് അങ്ങോട്ടേക്ക് എയിം ചെയ്തു, ഹാൻഡിൽ അമർത്തി, സ്ക്വീസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? വശങ്ങളിലേക്ക് വീശി, സ്വീപ്പ് സൈഡ് ടു സൈഡ്. ഇതാണ് പാസ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അഗ്നിശമനി പ്രവർത്തിക്കുന്ന രീതിയാണിത്, പാസ്. പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ്. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായി ബന്ധപ്പെട്ട് പാസിന്റെ പൂർണ്ണരൂപം. കണ്ടില്ലേ, ഈ ക്വസ്റ്റ്യൻ പലതവണ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. എന്തായിരുന്നു പൂർണ്ണരൂപം? ആദ്യം പിന്നെ പുള്ളി ചെയ്തു, എയിം ചെയ്തു, ഹാൻഡിൽ സ്ക്വീസ് ചെയ്തു, രണ്ട് വശങ്ങളിലേക്ക് സ്വീപ്പ് ചെയ്തു. എ ആണ് ഉത്തരം. പുൾ, എയിം, സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. എ, പുൾ, എയിം, സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ ആണ്. ഫയറിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ, എല്ലാ തരത്തിലും ഉള്ള ഫയർ, അതായത് ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന, ഓരോ വസ്തുക്കളിൽ ഉണ്ടാകുന്ന ഫയറിനെ കുറെ ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് പഠിക്കാം. ക്ലാസ് എ ഫയർ, ഇതെപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, പല ടൈപ്പ് ഫയറിനെ പറ്റി ചോദിക്കുന്നതാണ്. ക്ലാസ് എ എന്താ? സാധാരണ ഖരവസ്തുക്കൾ, അതായത് നമ്മുടെ നോർമലി നമ്മുടെ മരം, കടലാസ്, തുണി, ഇതിലൊക്കെ ഉണ്ടാവുന്ന തീപിടുത്തത്തിനെയാണ് എന്ത് പറയുന്നത്? ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. ക്ലാസ് എ ഫയർ നമ്മുടെ നോർമൽ മരം, കടലാസ്, തുണി, റബ്ബർ, പ്ലാസ്റ്റിക്, ഇതിലൊക്കെ ഉണ്ടാവുന്ന സാധാരണ ഖരവസ്തുക്കളിൽ ഉണ്ടാവുന്ന തീപിടുത്തമാണെന്ന് ഓർക്കുക. ക്ലാസ് എ ഫയർ. എ സാധാരണ, ആദ്യത്തേത് സാധാരണ തീപിടുത്തമാണെന്ന് ഓർക്കുക. ക്ലാസ് എ. ക്ലാസ് ബി എന്താണ്? ക്ലാസ് ബി കത്തുന്ന ദ്രാവകങ്ങൾ, അഥവാ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പെയിന്റ്, ഗ്രീസ് തുടങ്ങിയവയിൽ ഉണ്ടാവുന്ന തീപിടുത്തമാണ് എന്ത്? ക്ലാസ് ബി ഫയർ. ക്ലാസ് ബി ഫയർ നോക്കുക. ക്ലാസ് ബി എന്താണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ക്ലാസ് ബി ഫയർ. ഓക്കെ, ഇതുപോലുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാവുന്നതാണ് എന്ത്? ക്ലാസ് ബി. ക്ലാസ് സി ആണെങ്കിലോ? ക്ലാസ് ബി ദ്രാവകങ്ങളിലാണ്, ക്ലാസ് സി വാതകങ്ങളിലാണ്. വാതകങ്ങൾ, കത്തുന്ന വാതകങ്ങളിൽ ഉണ്ടാവുന്ന ഫയറാണ് ക്ലാസ് സി ഫയർ. LPG, CNG, അസറ്റലിൻ തുടങ്ങിയവ എക്സാമ്പിൾ കൂടി ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർത്തു വെക്കാൻ പറ്റും, ഏതാണ് ബിയും സിയും ഒക്കെ. അപ്പോൾ ബി ദ്രാവകമാണ്, സി വാതകമാണ്. ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത് വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ്. ക്ലാസ് ഡി എന്താ? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം, മെറ്റൽസിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. മെറ്റൽസിൽ ഉണ്ടാകുന്ന തീപിടുത്തം, ഏതിലൊക്കെ? മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, അലൂമിനിയം, ഇതുപോലുള്ള മെറ്റൽസിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തിന് പറയുന്നതാണ് എന്ത്? ക്ലാസ് ഡി ഫയർ. ഓക്കെ, ഒരു ക്ലാസ് കൂടിയുണ്ട്, ക്ലാസ് എഫ് അല്ലെങ്കിൽ ക്ലാസ് കെ എന്ന് പറയും. നമ്മുടെ പാചക എണ്ണകൾ, കൊഴുപ്പിൽ ഒക്കെ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് എഫ് അല്ലെങ്കിൽ ക്ലാസ് കെ എന്നും കൂടി ഓർത്തു വെക്കുക. ഇത് ക്ലിയർ ആണല്ലോ? ഇത്രയും ഭാഗം അറ്റ്ലീസ്റ്റ് ഒരു 3-4 എണ്ണമെങ്കിലും കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു ഭാഗം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും. ക്ലാസ് എ എന്ന് പറയുന്നത് സാധാരണ ഖരവസ്തുക്കളിലാണ്. ക്ലാസ് ബി എന്ന് പറയുന്നത് കത്തുന്ന ദ്രാവകങ്ങളിലാണ്. ബി ദ്രാവകം, സി വാതകം, ഡി ലോഹം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ലോഹങ്ങളിൽ ഉണ്ടാവുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ലോഹങ്ങളിൽ ഏതാ? ഡി ആണ് ഉത്തരം. ക്ലാസ് ഡി ഫയർ. ലോഹങ്ങളിൽ ഉണ്ടാവുന്ന തീപിടുത്തം ക്ലാസ് ഡി ഫയർ അല്ലേ? ശരിയല്ലേ? അതെ.
ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് ഡി ഫയർ ആണ്. ക്ലാസ് ഡി ഫയർ. ക്ലാസ് ഡി ഫയർ. അടുത്ത ചോദ്യം, ക്ലാസ് സി ഫയർ. ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? ക്ലാസ് സി. സി എന്താ? ഡി ലോഹമാണ്. ബി എന്തായിരുന്നു? 1 സെക്കൻഡ്. ഓക്കെ, ബി ദ്രാവകം, സി വാതകം, ഡി ലോഹം. ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിക്കണം, ഇനി മാറിപ്പോകാൻ പാടില്ലേ. ബി ദ്രാവകം, സി വാതകം, ഡി ലോഹം. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? സി ആ ചോദിച്ചിരിക്കുന്നത്. സി. അപ്പൊ എന്താ നമ്മുടെ ഉത്തരം? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാവുന്ന തീപിടുത്തം. വാതകങ്ങളിൽ ഉണ്ടാവുന്ന തീപിടുത്തമാണെന്ത്? ക്ലാസ് സി ഫയർ. ക്ലാസ് സി ഫയർ. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഒന്ന് മാത്രം. ലോഹങ്ങളിലല്ല, ദ്രാവകങ്ങളിലല്ല. സി എന്ന് പറയുന്നത് വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ്. വാട്ട് ഈസ് ദ ക്ലാസ് ഓഫ് ഫയർ ഇൻവോൾവിംഗ് ഗ്യാസ് ആൻഡ് ലിക്വിഫൈഡ് ഗ്യാസ്? സെയിം. വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്താ? വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ചോദിച്ചിരിക്കുന്നത്. വാതകങ്ങൾ ഉണ്ടാകുന്ന ഏതാണ്? ക്ലാസ് സി ആണ്. ക്ലാസ് സി. സി ആണ് ഉത്തരം. ക്ലാസ് സി. വാതകങ്ങൾ ഉണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് സി ഫയർ ആണ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് ഡി ഫയർ ആണ്. വാതകങ്ങൾ ഉണ്ടാകുന്നത് ക്ലാസ് സി ആണ്. ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്നത് ക്ലാസ് ബി ആണെന്ന് ഓർക്കുക. ക്ലാസ് എ എന്ന് പറയുന്നത് എന്താ? നോർമലായിട്ട് നമ്മുടെ പേപ്പറിലും പ്ലാസ്റ്റിക്കിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് എ. ഇതിന് നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം ഏതാണ്? പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം ഏതാ? ബി ആണ് ഉത്തരം. ഫോം ആണ് ഉത്തരം. ഫോം ആണ് പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം. ഫോം. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് എക്സ്റ്റിങ്ക്വിഷർ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ക്ലാസ് ഡി ഫയർ? ക്ലാസ് ഡി ഫയർ. ക്ലാസ് ഡി എന്താ? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തിന് ഏറ്റവും മികച്ച എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത് എ ആണ്. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ. ഡ്രൈ കെമിക്കൽ പൗഡർ. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ ആണ് ഉത്തരം. ലോഹങ്ങളിൽ ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ ആണ്. ലോഹങ്ങളിൽ ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ ആണ് ഉപയോഗിക്കുന്നത് ഓർക്കുക. പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തിന് ഏറ്റവും ഉചിതമായ മാർഗം ഫോം ആണ്. ഫോം. പത. ക്ലിയർ ആണല്ലോ? മറ്റൊരു ചോദ്യമാണ് ഡിസ്ചാർജ് ഹോൺ. ഡിസ്ചാർജ് ഹോൺ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്വിഷറിന്റെ ഭാഗമാണ്? ഡിസ്ചാർജ് ഹോൺ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്വിഷറിന്റെ ഭാഗമാണ്? ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറിന്റെ ഭാഗമാണ് എന്ത്? ഡിസ്ചാർജ് ഹോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എ ആണ്. എ. ഡിസ്ചാർജ് ഹോൺ. ഈ ഒരു പിക്ചറിലോട്ട് നിങ്ങൾ നോക്കുക. ഈ ഒരു ഭാഗമില്ലേ, ഈ കാണുന്നത് നമ്മുടെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന, നമ്മൾ പമ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഇതാണ് എന്ത്? ഡിസ്ചാർജ് ഹോൺ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ കൃത്യമായിട്ട് അതിനെ ഗൈഡ് ചെയ്യാനും പിന്നെ അത് പിടിക്കുന്ന ആളുടെ കയ്യിലോട്ട് ഇത് ആവാതിരിക്കാനും കയ്യിലോട്ട് അതിൻ്റെ തണുപ്പ് വരാതിരിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡിസ്ചാർജ് ഹോൺ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറിലാണ് ഡിസ്ചാർജ് ഹോൺ കാണപ്പെടുന്നതെന്ന് കൂടി ഓർക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ത്? ആദ്യം നമുക്ക് അറിയുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഏതൊക്കെ അറിയുന്നൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടാം, ചിലപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നത് എന്താ? ഓക്കെ, ഫോം എക്സ്റ്റിങ്ക്വിഷർ. ഫോമിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഫോം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ദ്രവ ഇന്ധനങ്ങളിലെ തീപിടുത്തത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പെട്രോളിന്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ 3A ആണ്. എ. ജല എക്സ്റ്റിങ്ക്വിഷർ. വാട്ടർ ഉപയോഗിക്കുന്നത് എന്തിനാ? നമ്മുടെ നോർമൽ ക്ലാസ് എ ഫയർ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ജലം ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 എന്ന് പറയുന്നത് എന്താ? ബി ആണ്. തടി, പേപ്പർ തുടങ്ങിയവയിലെ തീപിടുത്തമാണെന്ത്? ജല എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലാസ് എ ഫയറിനാണ് ജല എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കിട്ടി? ഇപ്പോൾ 4A എന്ന് കിട്ടി, 4B എന്ന് കിട്ടി. 4B ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 3A എന്ന് കിട്ടി. 3A ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം ഏതിലോട്ട് പോവാം? എയിലേക്ക് പോവാം. എ ആണ് ഉത്തരം. DCP എക്സ്റ്റിങ്ക്വിഷർ എന്താണ്? സി. സൈഫൺ ട്യൂബ് ആണ്. സൈഫൺ ട്യൂബ്. ഈ DCP എക്സ്റ്റിങ്ക്വിഷർ എന്ന് വെച്ചാൽ ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ ആണ്. കെമിക്കൽ പൗഡർ ഉപയോഗിക്കുന്ന എക്സ്റ്റിങ്ക്വിഷർ ആണ് DCP എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്.
ഈ സൈഫൺ ട്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റിങ്ക്വിഷറിന്റെ അകത്തോട്ടുള്ള ഒരു പൈപ്പ് പോലുള്ള ഒരു ട്യൂബാണ്. അതായത് ഈ അകത്ത് നിന്ന് കെമിക്കൽ പൗഡർ അവിടെ കണ്ടൻസ് ആവാതെ കൃത്യമായിട്ട് ഇത് മുഴുവൻ പുറത്തോട്ട് വരണ്ടേ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്യൂബാണ്. ഇതിന്റെ അകത്തോട്ട് നമ്മുടെ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിന്റെ അകത്ത് കാണുന്ന ഒരു ട്യൂബാണ് എന്ത്, സൈഫൺ ട്യൂബ്. ഇത് ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്വിഷറായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. നെക്സ്റ്റ് CO2 എക്സ്റ്റിങ്ക്വിഷർ നമ്മളിപ്പോൾ പഠിച്ചു. എന്താ, ഡിസ്ചാർജ് ഹോൺ കാണാറുണ്ട്, അതിന് പുറത്ത് കാണുന്ന ആ ഒരു പൈപ്പ് ഞാൻ നേരത്തെ ആ ഇമേജിൽ കാണിച്ചു. ഇതാണ് എന്ത്, ഡിസ്ചാർജ് ഹോൺ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് CO2 എക്സ്റ്റിങ്ക്വിഷറിലാണെന്ന് കൂടി ഓർക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ. അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ, ഇപ്പം ഞാൻ പറഞ്ഞ DCP എക്സ്റ്റിങ്ക്വിഷർ, ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉൾപ്പെടാത്ത ഘടകം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, സോഡിയം ക്ലോറൈഡ്, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. ഇതൊന്നുമല്ല. ഇത് മൂന്നും ഇതിൽ ഉൾപ്പെടാത്ത ഘടകമാണെന്ന് ഓർക്കുക. ഡി ആണ് നമ്മുടെ ഉത്തരം. ഇതൊന്നുമല്ല. പിന്നെ നമുക്ക് ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കാം. ചില കാര്യങ്ങൾ കുറച്ച് ടെക്നിക്കലാണ്, അത് ഈ ഒരു എക്സാമിന് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. മോണോ അമോണിയം ഫോസ്ഫേറ്റ് മാപ്പ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ് ഡ്രൈ കെമിക്കൽ പൗഡറിലെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. മോണോ അമോണിയം ഫോസ്ഫേറ്റ്, അതേപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, പിന്നെന്താ, പൊട്ടാസ്യം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ്, പിന്നെ മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഡ്രൈ കെമിക്കൽ പൗഡറിലുള്ളതാണെന്ന് ഓർക്കുക. DCP ഫയർ എക്സ്റ്റിങ്ക്വിഷർ കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ഓർക്കുക. DCP ഡ്രൈ കെമിക്കൽ പൗഡർ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണെന്ന് ഓർക്കുക. ഇതിൽ ഉൾപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റും പൊട്ടാസ്യം ബൈകാർബണേറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം. പിന്നെ മോണോ അമോണിയം ഫോസ്ഫേറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. താഴെ പറയുന്നവയിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാകാവുന്നത് ഏതെല്ലാം? വൈദ്യുതി മൂലമുള്ള തീപിടുത്തമാണ്. ഓക്കെ ഓക്കെ. ഇലക്ട്രിക് ആർക്ക് ശരിയാണ്. ഇൻസുലേഷൻ തകരാറ് കൊണ്ട് തീപിടിക്കുമല്ലോ, വരാം. സർക്യൂട്ട് ബ്രേക്കറിന്റെ ഉപയോഗം, സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിച്ചാൽ തീപിടുത്തം ഉണ്ടാവോ വൈദ്യുതി കൊണ്ട്? ഇല്ല. സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നത് എന്തിനാ? ഇതുപോലുള്ള പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇലക്ട്രിക്കിന്റെ അമിതമായിട്ടുള്ള ഇത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നത്. ശരിയല്ലാത്ത എർത്തിങ് ഇതുകൊണ്ടും ഉണ്ടാവാം, ശരിയല്ലാത്ത എർത്തിങ് കൊണ്ടും ഉണ്ടാവാം. വൈദ്യുതി മൂലം തീപിടിക്കാം. ഷോർട്ട് സർക്യൂട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ചില ഓഫീസുകളിലൊക്കെ ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടിച്ചു, ചില ബിൽഡിങ്ങിന് തീപിടിച്ചു എന്നൊക്കെ നിങ്ങൾ കാണാറില്ലേ? അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ ഈ ഓവറായിട്ടുള്ള വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ പ്രവാഹത്തിന് തടയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, സർക്യൂട്ട് ബ്രേക്കറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ബ്രേക്കർ കാണാറില്ലേ, ഇപ്പോഴേ നമ്മുടെ വീട്ടിലൊക്കെ കാണാറില്ലേ? ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഉപയോഗമല്ല. ഈ ഒരു ഓപ്ഷൻ ഒഴിവായി കഴിഞ്ഞാൽ 1, 2 and 4 ഡി ആണ് നമ്മുടെ ഉത്തരം. ഡി. ഓക്കെ, ഡി ആണ് ഉത്തരം. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന രേഖ എന്താ? ട്രംപ് കാർഡ്. ട്രംപ് കാർഡ് എ ആണ് ഉത്തരം. ട്രംപ് കാർഡ് ആണ് ഉത്തരം. എന്താ ട്രംപ് കാർഡ്? ട്രംപ് കാർഡ് എന്നാൽ ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്. ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ് ആണെന്ത്? ട്രംപ് കാർഡ്. ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ് എന്നാണ് അർത്ഥം. അപകടകരമായ രാസവസ്തുക്കളോ ഇന്ധനങ്ങളോ റോഡ് മാർഗം വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിലെ ഡ്രൈവർ നിർബന്ധമായും കയ്യിൽ കരുതേണ്ട ഒരു സുരക്ഷാ രേഖയാണ് എന്ത്? ട്രംപ് കാർഡ് അഥവാ ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്. അപകടകരമായ രാസവസ്തുക്കളോ ഇന്ധനങ്ങളോ റോഡ് മാർഗം കൊണ്ടുപോകുമ്പോൾ വാഹനത്തിലെ ഡ്രൈവർ കയ്യിൽ കരുതേണ്ട ഒരു രേഖ നിങ്ങൾ ഓർത്താൽ മതി. അതാണ് എന്ത്? ട്രംപ് കാർഡ് അഥവാ ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം ഈ ഒരു ബോയിൽസ് ലോനെ പറ്റി അഥവാ അല്ലെങ്കിൽ ചാൾസ് ലോനെ പറ്റിയൊക്കെയാണ്. ഇതുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാ? ഇതാണെന്ത്? ബോയിൽസ് ലോ. ബോയിൽസ് ലോ. ഓക്കെ, ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് നിങ്ങൾ ഓർക്കുക. ബോയിൽ ടെമ്പറേച്ചർ ആയിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ലിങ്ക് ചെയ്യുക. ബോയിൽസ് ലോയിൽ എന്താ? സ്ഥിര താപനിലയായിരിക്കും, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും നിങ്ങൾ ഓർക്കുക. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ, അതായത് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും അഥവാ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? ബോയിൽസ് ലോ. ബോയിൽസ് ലോ.
ഇതിൻ്റെ കൃത്യ ഡെഫിനിഷനാണ് ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം. ഓക്കെ, ഇതാണെന്ത് ബോയിൽസ് ലോ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചാൾസ് ലോയും കൂടെ ഒന്ന് പഠിച്ചേക്കുക. ഇവിടെ ഓപ്ഷനിലും കണ്ടില്ലേ ചാൾസ് ലോയും കൂടെ ഒന്ന് പഠിച്ചേക്കുക. ഇവിടെ എന്താ, വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം എന്തായിരുന്നു, ടെമ്പറേച്ചറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അഥവാ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുന്നു എന്ന് ഓർക്കുക. ഇവിടെ പ്രഷറാണ് കോൺസ്റ്റന്റ്, ബോയിൽസിന്റെ കാര്യത്തിൽ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ് എന്ന് ഓർക്കുക. ഇങ്ങനെ ഈ രണ്ട് നിയമങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് എയ്ഡിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.